ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അറിയാമോ? നമ്മളിന്ന് നല്ലൊരു അടിപൊളി ചേമ്പ് കറി ഉണ്ടാക്കാം. ചേമ്പ് കറി എന്ന് പറഞ്ഞാൽ സാധാ ചേമ്പ് കറിയല്ല, ചേമ്പും ഗ്രീൻ പീസും കൂടെ കൂട്ടിയുള്ള നല്ലൊരു അടിപൊളി കറി. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു 1/4 കിലോ ചേമ്പ് നല്ലതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പച്ച ഗ്രീൻ പീസാണ് കേട്ടോ, ഉണക്ക ഗ്രീൻ പീസല്ല, നല്ല പച്ച ഗ്രീൻ പീസ് നമ്മൾ പൊളിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 10-20 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ആവശ്യമായ കറിവേപ്പില. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രീൻ പീസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് പകുതിയോളം നമ്മൾ വേവിച്ചെടുക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ ചിരകിയത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളി ജീരകം, ഒരു 3-4 ചുവന്നുള്ളി, ആവശ്യത്തിന് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ചേമ്പും കൂടി ഇട്ട് കൊടുക്കാം. ചേമ്പും ഗ്രീൻ പീസും കൂടി നന്നായിട്ടൊന്ന് വേകട്ടെ. ഒരു 10-15 മിനിറ്റും കൂടി അടുപ്പിലിരുന്ന് നന്നായിട്ടൊന്ന് നമുക്ക് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചേമ്പ് ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചൊരു തിള കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം.
വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ, എന്നാലും ഒരുപാട് വെള്ളമായി പോകരുത്. ഇപ്പം കൊഴുപ്പോട് കൂടി തന്നെ കിട്ടണം. ഇനി ഒരു ചെറിയ തിള കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് എടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടത്തിൽ നമുക്ക് വറ്റൽമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അതും ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് വറുത്ത് ഉള്ളിയെല്ലാം വറുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം, ഇറക്കിയിട്ട്. കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.